ഈ മല പോലെ വന്നത് എലി പോലെ പോയി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ അതാണ് ഇന്ന് സംഭവിച്ചത്. അതായത് ഓൾറെഡി നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും ഇന്നലെ രാത്രി തൊട്ടേ ജാഫ്രിക്ക വരുന്നതും കാത്തിരിക്കുകയായിരുന്നു അല്ലേ? ഓൾറെഡി എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഫുൾ മെസ്സേജ് ആണ് എപ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ മോർണിംഗ് സോങ് എപ്പോഴാ കയറുന്നൊക്കെ വെച്ചാൽ എല്ലാവരും ഫുൾ ഡിസ്കഷൻ ആയിരുന്നു കേട്ടോ. അപ്പൊ രാവിലെ തൊട്ട് ആർക്കും ഉറക്കമൊന്നുമില്ല. രാവിലെ എനിക്ക് തോന്നുന്നു നേരത്തെ എല്ലാവരും എണീറ്റിരിക്കുകയാണ് ഈ എൻട്രി കാണാനായിട്ട്. ഫുൾ ലൈവ് ഓണാക്കി വെച്ചിരിക്കുകയാണ് എല്ലാവരും. അതിനുശേഷം ഇപ്പൊ എന്തായാലും നമ്മുടെ ജാസ്മിന്റെ വാപ്പയും ഉമ്മയും അകത്ത് കയറി വന്നപ്പോ തന്നെ മാലയൊക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ അവർ പീപ്പിൾ റൂമിൽ പോയിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ജാസ്മിന്റെ കയ്യിൽ നിന്ന് ഗബ്രിയുടെ മാല നൈസായിട്ട് ജാസ്മിന്റെ വാപ്പയാണെങ്കിൽ ഊരെടുക്കുന്നത്. ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്, മോളെ നിനക്ക് ഇതിന്റെ ആവശ്യമില്ല, നീ 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 സ്വന്തമായിട്ട് കളിച്ചാൽ മതി, നിനക്ക് ഉപ്പി വെക്കില്ലേ, എന്തെങ്കിലും സങ്കടം ഞങ്ങളോട് പറഞ്ഞാൽ പോരെ, നീ എന്തിനാണ് വെറുതെ അതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നത്, ഇതൊന്നും വേണ്ട മോക്ക്, മോളതങ്ങ് താ, മോള് നല്ല മനസ്സോടെ കൊടുത്താന്ന് പറഞ്ഞിട്ട് അപ്പൊ കൊടുക്കാനൊന്നും ഉദ്ദേശിച്ചില്ലായിരുന്നു ജാസ്മിൻ. പിന്നെ നമ്മുടെ ഉപ്പ തന്നെ അങ്ങ് നൈസായിട്ട് കഴുത്തിന് ഊരെടുത്തിട്ട് കയ്യിൽ ചുറ്റിപ്പിടിച്ചിട്ടോ. എന്നിട്ട് പറഞ്ഞു, മോൾ എവിടെയാ കിടക്കുന്നത്, അവിടെ പോവാന്ന് പറഞ്ഞിട്ട് നൈസായിട്ട്, അതായത് ഫോട്ടോ എടുക്കണല്ലോ, ഫോട്ടോ അവിടെ അല്ലേ, അപ്പൊ നൈസായിട്ട് നെക്സ്റ്റ് റൂമിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ കൊണ്ടിരുത്തിട്ട് പറഞ്ഞു, ഉപ്പ് ഈ ഫോട്ടോ അങ്ങ് എടുക്കാന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്തു. അപ്പഴത്തേക്കും ജാസ്മിൻ അമ്മ അപ്പാനെ കൊണ്ട് കരയുന്നൊക്കെ ഉണ്ട്. എനിക്ക് ഇവിടെ ഉള്ള ആകെപ്പാടുള്ള ഒരാളാണ്, എന്റെ ദുഃഖങ്ങളിലും എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത ഒരാളാണ്, അപ്പൊ അതിന് വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പഴത്തേക്കും പറഞ്ഞത് എന്തിനാ, ഉപ്പയ്ക്ക് മോൾക്ക് സങ്കടം ഉണ്ടെങ്കിൽ ഇവിടെ ഉപ്പാടെ ഉമ്മയുടെ ഒക്കെ ഫോട്ടോ ഇരിക്കില്ലേ, പൊന്നുന്റെ ഫോട്ടോ ഇല്ലേ, അതിനകത്ത് നോക്കി പറഞ്ഞൂടെ, അല്ലെങ്കിൽ നിന്റെ സങ്കടം ഞങ്ങളോട് പറഞ്ഞൂടെ, ഞങ്ങൾ ഓർത്താ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയല്ല അത്ത, ഇവിടെ ഉള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഉപ്പ പറയണ്ട, അതിന്റെ ആവശ്യമില്ല മോളെ, അതിന്റെ ആവശ്യമില്ല, മോള് ഉപ്പാന്റെ ഉമ്മേനൊക്കെ ഓർത്താ മതി കേട്ടോ, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ജാസ്മിന് ഭയങ്കര താല്പര്യം ഒന്നും ഇല്ല കൊടുക്കാനായിട്ട്. പിന്നെ എന്താ പറയാ, ഇനിയോടെ സീൻ ക്രിയേറ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തായിരിക്കും ജാസ്മിൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഫോട്ടോയും അതുപോലെ തന്നെ മാല കൊണ്ട് പുറത്തോട്ട് പോയി. പിന്നെ ഉമ്മ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്, മോളെ നീ നന്നായിട്ട് കളിക്കണം, നീ നല്ലൊരു ഗെയിമറാണ്, നീ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോന്നൊക്കെ ചെയ്യുന്നത്, നിനക്ക് നീയായിട്ടൊന്ന് കളിച്ചാൽ പോരെ, ഒറ്റയ്ക്ക് കളിക്കണം എന്നൊക്കെ പറഞ്ഞു. നീ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നത്, നീ നല്ല ഗെയിമറാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ജാസ്മിൻ പിന്നെ ഓക്കെ കേട്ടോ. പിന്നെ ഫോട്ടോ തരാനും മാല തരാനൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. അത്രയാണ് ഉണ്ടായത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്നലെ എന്തൊക്കെയായിരുന്നു അല്ലേ എന്തൊക്കെയാണ് അവിടെ പ്രശ്നം ഉണ്ടായി. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് കൺഫെഷൻ റൂമിൽ വിളിച്ചു, ഫോട്ടോ വലിച്ച് കീറി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോ വലിച്ച് കീറിയില്ല, കൺഫെഷൻ റൂമിൽ വിളിച്ചായിരുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ടല്ലേ വിളിച്ചത്. നമ്മുടെ ജാസ്മിന്റെ ഉപ്പയാണെങ്കിൽ അവിടെ എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാ ഇടയ്ക്ക് വെച്ചിട്ട് ഓരോ ഗെയിമിന്റെ കാര്യം പറയുന്ന ഇടയ്ക്ക് വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അതൊന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ എന്തൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ, അതായത് ഈ ജാസ്മിന്റെയും ഈ അപ്സരയുടെയും വിഷയം, അപ്സര ജാസ്മിനെ തല്ലി, അപ്സര പുറത്ത് ജാസ്മിൻ പുറത്ത് എന്നൊക്കെ പറഞ്ഞു. അത് അറിയാതെ ടങ് സ്ലിപ്പായിട്ട് വന്ന് പോയതാണ് ആ ഒരു ഓട്ടോമാറ്റിക്കലി. അപ്പൊ തന്നെ നമ്മുടെ ബോസൻ തന്നെ ബോസനെ വിളിച്ചിട്ട് പറഞ്ഞു, ജാഫർ പുറത്തെ കാര്യം പറയാൻ പാടില്ലെന്ന്, അല്ല ജാഫർ കൺഫെഷൻ റൂമിലോട്ട് വരാൻ പറഞ്ഞു. അപ്പത്തേക്ക് അതാണ് സംഭവം. അപ്പൊ കൺഫെഷൻ റൂമിൽ പോയിട്ട് ഇച്ചിരി വാണിംഗ് കൊടുത്ത്, ഈ പുറത്തെ കാര്യം സോഷ്യൽ മീഡിയയുടെ കാര്യം ഒന്നും പറയാൻ പാടില്ല എന്നിട്ട് വാണിംഗ് കൊടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. അതല്ലാതെ ഫോട്ടോ വലിച്ച് കീറി, ജാസ്മിന് വഴക്ക് പറഞ്ഞു, ജാസ്മിൻ അവിടെ പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെ ഒന്നും നടന്നില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും 100% ഒന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല, അത്ര ഒന്നും ഉണ്ടാവില്ല, ഞാൻ ക്ലാരിറ്റി വന്നിട്ട് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പിന്നെ പ്രോമോ വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പൊ ഇന്നിപ്പോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി മനസ്സിലായില്ലേ എന്താ ശരിക്കും സംഭവം. അപ്പൊ നമ്മൾ ഈ ഒരുപാട് പൊടിപ്പിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും പറയില്ലേ ഇങ്ങനെ സംഭവിക്കണം, അത് നടക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ അത്രയും നടക്കത്തില്ല. അപ്പൊ ഒന്നും അത്ര ഹൈപ്പ് കൊടുക്കാത്ത കാര്യങ്ങളായിരിക്കും ഭയങ്കരമായി സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത്. ഇത്രയും ലൈവ് അപ്ഡേഷൻ ഇത്രയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ തോന്നി, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ എന്താണ് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ വീണ്ടും വരാം. ബൈ.